സൈബർ ആക്രമണത്തിൽ കെ.ജെ. ഷൈൻ ടീച്ചറും വൈപ്പിൻ എം.എൽ.എ. കെ. ഉണ്ണികൃഷ്ണനും നൽകിയ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ ഊർജിതമാക്കി. പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചെന്നും സ്ത്രീ എന്ന നിലയിൽ അഭിമാനമുണ്ടെന്നും ഷൈൻ ടീച്ചർ പറഞ്ഞു. കെ. ഉണ്ണികൃഷ്ണൻ എം.എൽ.എ. ഉച്ചയോടുകൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ മൊഴി നൽകുകയും ചെയ്തു. തിയോഫിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കെ.ജെ. ഷൈൻ ടീച്ചറും കെ. ഉണ്ണികൃഷ്ണൻ എം.എൽ.എയും നൽകിയ സൈബർ ആക്രമണ പരാതിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കാണ് ഇവർക്കെതിരെ സൈബർ ആക്രമണം വലിയ തോതിൽ അഴിച്ചുവിട്ടത്. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിൽ സൈബർ ഡോം, കൊച്ചി സിറ്റി, എറണാകുളം റൂറൽ ഈ 3 ഡിവിഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. സോഷ്യൽ മീഡിയ വഴി ഏതെല്ലാം രീതിയിൽ പ്രചരണം നടത്തി, വ്യാജ പോസ്റ്റുകൾ സൃഷ്ടിച്ചതും ഇതിൻ്റെ പ്രചരണവും ഒക്കെ സംബന്ധിച്ച, അതോടൊപ്പം തന്നെ ചില ഓൺലൈൻ ചാനലുകൾ വ്യാജ വാർത്തകളും പ്രചരിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്ന ഒരു നീക്കത്തിലാണ് പോലീസ്. ഇതിൻ്റെ ഭാഗമായി ഫേസ്ബുക്കിൻ്റെ മാതൃസ്ഥാപനമായ മെറ്റയ്ക്ക് സൈബർ പോലീസ് കത്ത് നൽകിയിട്ടുണ്ട്. തെളിവുകൾ ആവശ്യമായ തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷം തുടർ നടപടികളുണ്ടാകും. വളരെ വേഗം തന്നെ കെ എം ഷാജഹാനെയും ഈ പോസ്റ്റ് ആദ്യം ഇട്ട സി.കെ. ഗോപാലകൃഷ്ണനെയും അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് ഈ പോലീസിൻ്റെ അന്വേഷണം വളരെ ഊർജിതമായിട്ടുണ്ടെന്നും ഉണർന്ന് പ്രവർത്തിക്കുകയാണ് പോലീസെന്നും ഇതിൽ വളരെ സന്തോഷമുണ്ടെന്നും ഷൈൻ ടീച്ചർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലെത്തിയ വൈപ്പിൻ എം.എൽ.എ. കെ. ഉണ്ണികൃഷ്ണൻ ഉച്ചയോടുകൂടി അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി മുനമ്പം ഡിവൈഎസ്പി ഓഫീസിൽ എത്തി അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകുകയും ചെയ്തു. ഇതിൻ്റെ ഉറവിടം, ഈ വ്യാജ പ്രചരണത്തിൻ്റെ, ഈ അപവാദ പ്രചരണങ്ങളുടെ എല്ലാം ഉറവിടം പറവൂർ തന്നെയാണെന്ന് എം.എൽ.എ. ഉറപ്പിച്ചു പറയുകയും ചെയ്തു. അതിനുള്ള തെളിവുകളുമുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് തിരുവനന്തപുരത്തുള്ള കെ എം ഷാജഹാന് ഈ പറവൂരിലെ വിവരങ്ങൾ തേടിയെത്തിയത്, അതുമായി ബന്ധപ്പെട്ട അയാൾ എങ്ങനെ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നു, വാർത്ത എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ യൂട്യൂബിലൊരു പോസ്റ്റ് വീഡിയോ ഇടുന്നു, ഇതൊക്കെ എങ്ങനെ നടന്നു എന്നതാണ് അതിൻ്റെ പ്രധാനമായ ഒരു ഉറവിടം. പറവൂർ തന്നെയാണ്. പറവൂരിൽ നിന്ന് എങ്ങനെ ഇത് തിരുവനന്തപുരത്തേക്ക് എത്തിയെന്ന ചോദ്യം എം.എൽ.എ. ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വലിയ നിയമപരമായി തന്നെ വലിയ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് എം.എൽ.എ. ഒപ്പം തന്നെ അന്വേഷണം ശക്തമാക്കി ഈ അപവാദ പ്രചരണത്തിന് തുടക്കമിട്ടവരെയും പ്രചരിപ്പിച്ചവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് പോലീസ്. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.